സൂറത്തുൽ ഇസ്രാ അതിൽ 111 ആയത്തുകളാണ്. 111 ആയത്തുകളുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഇസ്രാ. ഈ 111 ആയത്തുകളിൽ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞ ആയത്ത് ആ ഒരു ആയത്തുള്ളൂ. തുടക്കത്തിലുള്ള ഒരു ആയത്ത് മാത്രം. അതിന്റെ ഇടയിൽ ഒരായത്തിൽ ചെറിയ അതിനെ കുറിച്ചുള്ള ഒരു സൂചന. വ്യക്തമായിട്ട് ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞ ആയത്ത് 111 ഒന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ടും ആ സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ഇസ്രാ എന്ന്. അപ്പോ എന്തുകൊണ്ടാണ് ചെറിയ 111 ആയത്തുകളുള്ള ഒരു സൂറത്തിൽ ഒരു ആയത്ത് മാത്രം ഇസ്രായേലിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു? പക്ഷെ ആ സൂറത്തിന്റെ തന്നെ ആ പേര് വെക്കാൻ കാരണം അത് അത്രയും വലിയ ഒരു അത്ഭുതം ആയതുകൊണ്ട്, അത്രയും വലിയ ഒരു അത്ഭുതമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത് അത് ഉൾക്കൊള്ളണമെങ്കിൽ ആ ഇസ്രായേൽ ആ മിഅ്റാജ് അത് നമ്മുടെ ഖൽബിൽ ഉൾക്കൊള്ളണമെങ്കിൽ ചെറിയ രൂപത്തിലെങ്കിലും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഈമാൻ ആ രൂപത്തിൽ സിദ്ദീഖ് തങ്ങളെ പോലെ ആവാൻ നമുക്ക് കഴിയില്ല. എന്നാലും ചെറിയ ഒരു രൂപത്തിൽ ഈമാനികമായ വിഷയത്തിൽ ചെറിയ ഒരു ബന്ധം സിദ്ദീഖ് തങ്ങളോട് ഉള്ള ആളുകൾക്കല്ലാതെ അത് അംഗീകരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് നബിയായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രായേൽ മിഅ്റാജ് നടത്തി പിറ്റേ ദിവസം അത് ആളുകളുടെ മുന്നിൽ പറഞ്ഞപ്പോ 12ഓളം ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. 12ഓളം സ്വഹാബത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അതവർ വിശ്വസിച്ചില്ല. അവരുടെ ബുദ്ധിമുട്ട് ചിന്തിച്ചാല് ഇന്നത്തെ കാലം പോലെ അല്ലല്ലോ അന്നത്തെ കാലം. എന്തെന്ന് പറഞ്ഞാൽ എല്ലാ കണ്ടുപിടുത്തങ്ങളും ഇന്നത്തെ വിദ്യാർത്ഥികൾ പ്രകാശത്തിന്റെ വേഗത അതൊക്കെ പഠിച്ച കാലം. ഒരു പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന വെളിച്ചത്തിന് അത്ര പവർ ഉണ്ട്. വെളിച്ചത്തിന് അത്രയും വലിയ പവർ ഉണ്ട്. ഒരു സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ പോകുന്നതാണ് പ്രകാശം എന്ന് പറഞ്ഞത്. ഇവിടെ സൂര്യന്റെ വെളിച്ചം, സൂര്യൻ എവിടെയുള്ളതാണ്? അപ്പൊ അതിന് ഒരു സെക്കൻഡ് കൊണ്ട് അത്ര ദൂരം. പരിശുദ്ധമായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രായേലിന് തുടക്കം കുറിച്ചത് മക്കയിലുള്ള ഉമ്മു ഹാനി, അവിടുത്തെ ഭാര്യയായ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നിട്ടാണ്. അവിടെ നിന്നിട്ട് ഇസ്രാ എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയ യാത്രക്കാണ് ഇസ്രാ എന്ന് പറയുന്നത്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നിട്ട് ആകാശങ്ങളും മറ്റും കണ്ടുവന്നതിനാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. അപ്പൊ മിഅ്റാജിനെ കുറിച്ച് ആയത്തിലില്ല. ആയത്തിലുള്ളത് ഇസ്രായേലിനെ കുറിച്ചാണ്. മക്കയിൽ നിന്ന് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള ഒരു യാത്ര. അന്നത്തെ കാലത്ത് ഏകദേശം 1,000 കിലോമീറ്റർ ഉണ്ട്. 1500 സംതിങ് കിലോമീറ്റർ ആണ് രണ്ടിന്റെയും, മക്കത്തെ പള്ളിയുടെയും മസ്ജിദുൽ അഖ്സയുടെയും ഇടയിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ അന്ന് ആ മക്കക്കാരൊക്കെയും യാത്ര പോയിരുന്നത് ഒട്ടകത്തിലാണ്. ഈ ഒട്ടകത്തിൽ യാത്ര പോയി തിരിച്ചു വരണമെങ്കിൽ മിനിമം 40 ദിവസം വേണം. 40 ദിവസം പിടിക്കുന്ന ഒരു യാത്ര. ആ യാത്രയെ കുറിച്ചാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ രാത്രിയിൽ പോയിട്ട് വന്നിട്ട് ഞാൻ ബൈത്തുൽ മുഖദ്ദസ് പോയിട്ട് വന്നു. അപ്പൊ അന്നത്തെ ആ ജനറേഷനിലുള്ള ആളുകളിൽ പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരുന്നു. അതുകൊണ്ടാണ് 10-12ഓളം ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ആ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പ്രചാരകനായിരുന്നു അബൂജഹൽ. അബൂജഹൽ പിറ്റേന്ന് നടത്ത പണി ഭയങ്കര ഇതാണ് എനർജിമെന്റാണ്. അതിന്റെ പറഞ്ഞ വിശ്വസിച്ചിട്ടുണ്ട് അവന് ആളുകളുടെ ഈമാനില്ലാതെ എന്തുകൊണ്ടല്ലോ ആളുകൾ എന്ത് എടോ നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിക്കണം. നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോൾ ഒരുപാട് ആളുകൾ അന്നും ഇസ്ലാമിൽ നിന്ന് തിരിച്ചുപോയി. ഇന്നും ഇസ്ലാമിൽ നിന്ന് കബലിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അവരിലൂടെ ശൈത്താൻ ചെയ്തുകൊണ്ടിരിക്കും. അന്നത്തെ ഏറ്റവും വലിയ പ്രചാരകനായിരുന്നു അബൂജഹൽ. അബൂജഹൽ എന്താ ഈ വിവരം കിട്ടിയപ്പോ ആദ്യമായി ഈ വിഷയം പറഞ്ഞിട്ട് കബലിപ്പിക്കാൻ പോയത് മഹാനായ സയ്യിദുന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്കാണ് പോയത്. അബൂബക്കറെ അറിയില്ല, നീ നിന്റെ ഹബീബാണെന്നും റസൂലാണെന്നും നബിയാണെന്നും പറയുന്ന മുഹമ്മദ് പുതിയ ഒരു വാർത്തയാണിപ്പോ ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതിയൊരു വിവരാണ്, പുതിയൊരു വിടയാണ് നിന്റെ ഹബീബ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അബൂജഹൽ പറഞ്ഞു. എന്താ വിവരം? അബൂജഹൽ പറഞ്ഞു, നിന്റെ മുഹമ്മദ് ഇന്നലെ രാത്രി നമ്മുടെ നാട്ടിൽ നിന്ന് മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസ് പോയിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് ആകാശത്തേക്ക് പോയി എന്നൊക്കെയാണ് വിടൽ പറയുന്നത് എന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അബൂജഹൽ പറഞ്ഞു. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു അബൂജഹലിനോട് ചോദിച്ചെന്നറിയോ? അവമാ ഖാല, എന്റെ ഹബീബായ മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ എന്നാണ് ചോദിച്ചത്. അപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഈ പോയതും വന്നതൊന്നും വലിയ അത്ഭുതമേ ആയിട്ട് അത് അത്ഭുതമേ അല്ല. പിന്നെയോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചറിയാണ് അവമാ ഖാല, അതിനേക്കാൾ വലിയ അത്ഭുതമാണ്. അബൂജഹൽ നിനക്കറിയോ എന്താ? എന്റെ ഹബീബിന്റെ നാവിൽ നിന്ന് ഒരു കളവ് വരിക എന്ന് പറഞ്ഞാൽ, എന്റെ ഹബീബിന്റെ നാവിൽ നിന്ന് ഒരു കള്ളമായ ഒരു വാക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അത്ഭുതമാണ്. വരൂല സിദ്ദീഖുകളുടെ ഈമാൻ നോക്കും. എപ്പോ പണ്ടത്തെ കാലം സുബ്ഹാനല്ലാഹ് സിദ്ദീഖുകളുടെ ഈമാൻ എങ്ങനെയാണ്? ആകാശത്തിലേക്ക് പോയതും വന്നതും അതൊന്നും എനിക്ക് വലിയ അത്ഭുതമല്ല. എന്റെ ഹബീബിന്റെ നാവിൽ നിന്ന് ഒരു കള്ളമായ വാക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അത്ഭുതമാണ്.
അതുകൊണ്ട് ഒരിക്കലും വരൂല, ഒരിക്കലും വരൂല. എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വതപ്പുത്തു അത് ഞാൻ അംഗീകരിക്കുന്നു. എന്റെ ഈമാനിന്റെ ഒരു ചെറിയ ഒരു ചായലോ ആയാലോ ഒന്നുമില്ല. അതുകൊണ്ടാണ് അന്ന് വരെ അബൂബക്കർ എന്ന് വിളിച്ച ആ മഹാന്റെ പേര് അബൂബക്കർ സിദ്ദീഖ്. ഇന്നത്തെ ജനറേഷൻ ജീവിക്കുന്ന ആളുകൾ ചിന്തിക്കണം, സിദ്ദീഖ് എന്ന് മഹാനവറുകളുടെ പേരിന് തന്നെ ഒരു കൂട്ടുപേര് അന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്വപ്നമാണോ? ആയത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഓരോ വാക്കുകളും ദിവസങ്ങൾ ചർച്ച ചെയ്യേണ്ട വാക്കുകളാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. എന്താ പറഞ്ഞത്? സുബ്ഹാനല്ലദീ, അല്ലാഹു എത്ര വലിയ പരിശുദ്ധനാണ്. എന്നിട്ട് എന്താ പറയാ? അസ്റാ ബിഅബ്ദിഹി, സറാ ബിഅബ്ദിഹി എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹ് സ്വന്തമായി പോയി എന്നല്ല. പിന്നെയോ അസ്റാന അല്ലാഹു കൊണ്ടുപോയി. അല്ലാഹു ഒരാളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനെന്താ അത്ഭുതം? ചരിത്രം എന്താ പറയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞത് ഒരു രാത്രി മുഴുവനും പോയ യാത്രയല്ല. പിന്നെ മഹാന്മാരായ ചരിത്രകന്മാര് പറയുന്നത് റസൂലുള്ളാഹി ഞങ്ങൾ പോയിട്ട് വരുന്നതിന്റെ ഇടയിൽ പോകുമ്പോൾ ഉണ്ടായ ഒരു സ്ഥലത്ത് കിടന്നാൽ നമ്മുടെ തടി വെച്ച സ്ഥലത്തിൽ ഒരു ചൂടുണ്ടാവും. ചൂട് നമ്മുടെ മനുഷ്യന്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടുള്ള ഒന്നാണ് നമ്മുടെ മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞത്. നമ്മൾ എത്ര നനഞ്ഞ ഒരു വസ്ത്രം കുറച്ചു നേരം ഇട്ടാൽ അത് പെട്ടെന്ന് ഉണങ്ങും. കാരണം അത്രയും നമ്മുടെ ബ്ലഡും നമ്മുടെ ചോരയുമായിട്ട് ഭയങ്കര ഒരു ഇതാണ്. അപ്പോ റസൂലുള്ളാഹി ഞങ്ങൾ പോകുമ്പോൾ ഉണ്ടായ ആ വിരിപ്പിന്റെ ചൂട് പോയി വരുന്നതിന്റെ ഇടയിൽ നിന്ന് പോയിട്ടാണ്. അത്രയും പെട്ടെന്ന് പോയിട്ട് വന്നതാണ്. അത്രയും പെട്ടെന്ന് പോയിട്ട് വന്നു. അത്ഭുതമുണ്ടോ? അത്ഭുതമുണ്ടോ? എന്റെ അസ്രാന്നാണ് അത് പറഞ്ഞത്. അസ്ര ഞാൻ കൊണ്ടുപോയി. റസൂലുള്ളാഹി ഞങ്ങൾ സ്വന്തമായി പോയി വന്നതല്ല. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എന്റെ ഒരു ചെറിയ മോൻ 5 വയസ്സാണ്. ഉദാഹരണത്തിന് പറയാം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയാം, ഇന്നലെ രാത്രി 11 മണിക്ക് എന്റെ 5 വയസ്സുള്ള മുസ്തഫ എന്ന് പറയുന്ന മോന് അവൻ ദുബായി പോയിട്ട് അവിടുത്തെ അറബിയുമായിട്ട് സംസാരിച്ച് അവിടെ ചായ കുടിച്ചിട്ട് ഇപ്പോ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ദുബായ് എയർപോർട്ടിൽ നിൽക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയും? ഉസ്താദ് കുറച്ചെന്തോ തനക്ക് പട്ടുണ്ടെന്ന് പറയില്ലേ? 5 വയസ്സുള്ള മോന് പോയി എത്തി വന്നു കണ്ടായി രണ്ടാമത് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും ആൾക്ക് എന്തോ ചെറിയൊരു വിഷമുണ്ട്. എന്നാൽ അതേ സമയത്ത് എന്റെ 5 വയസ്സുള്ള മോന് എന്റെ ജ്യേഷ്ഠനോട് കൂടി അല്ലെങ്കിൽ എന്റെ അടിയനോട് കൂടി ദുബായിൽ ഇന്നലെ രാത്രി പോയി അവിടെ നിന്ന് പോയി കണ്ടുപിടിച്ച് ഇപ്പൊ വരാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഓക്കെ. അതിന്റെ കാരണം കൊണ്ടുപോയ ഒരാളുണ്ട്. അതാണെന്ന് പറഞ്ഞത് അസ്റാ ബിഅബ്ദിഹി. റസൂലുള്ളാഹി ഞങ്ങൾ സ്വന്തമായിട്ട് പോയതല്ല, പിന്നെയോ അല്ലാഹു കൊണ്ടുപോയതാണ്. അല്ലാഹു കൊണ്ടുപോയാൽ പിന്നെ എന്താ കണക്ക്? നമുക്ക് അതിന് സമയത്തിന് വരികയുണ്ടോ? അല്ലാഹുക്ക് എന്ത് സമയം? നമുക്കെന്ത് സമയമുള്ളൂ? സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ഹബീബായ തങ്ങളുടെ യാത്രയുടെ എല്ലാം എടുത്തു നോക്കിയാൽ പോയത് ബുറാഖിലാണ്. പോകുമ്പോൾ കൂടെ ഉണ്ടായത് ജിബ്രീലാണ്. പോയ ആളാരാണ്? മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളാണ്. ബുറാഖ് എന്താണ്? പ്രകാശത്തിന്റെ വാഹനം. ബർക്ക് എന്ന് പറഞ്ഞാൽ മിന്നുന്ന, ബർക്ക് അറബിയിൽ പറയും, മിന്നിന് പറയലാണ്. മിന്നു പറഞ്ഞ വെളിച്ചം. ആ പ്രകാശം കൊണ്ടുണ്ടാക്കിയ ഒരു വാഹനം. ആ വാഹനത്തിൽ കൊണ്ടുവന്നായ ജിബ്രീൽ പ്രകാശം കൊണ്ട് വടക്കപ്പെട്ട മലക്കാർ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് ആരാണ്? ഈ ലോകത്തിന്റെ ആദ്യത്തെ നൂറാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. എല്ലാം വെളിച്ചം. ഇന്ന് ഒരു വെളിച്ചത്തിന്റെ 1 സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റുമെങ്കിൽ മോമിനികള്. എന്നാൽ ഹബീബായ ഞങ്ങൾക്ക് ആ 1 സെക്കൻഡ് കൊണ്ട് എത്ര പ്രാവശ്യം ബൈത്തുൽ മുഖദ്ദസിൽ പോയി വരാം? എത്ര പ്രാവശ്യം പോയി വരാം? അതിന് പരിധിയില്ല. കൊണ്ടുപോകുന്ന ആളാരാണ്? അത് അള്ളയാണ്. അപ്പൊ അതിന് ഒരു സംശയത്തിന്റെ ഒരു വകയും ഇല്ലാത്തതാണ്. ഇതാണ് ഇസ്രാ. അതിന് ഓരോ ലഫ്ളുകളും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്നിട്ട് പിന്നെയാണ് മിഅ്റാജ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രിയാണ് ഇസ്രാ മിഅ്റാജിന്റെ രാത്രി. നാളെയാണ് നമ്മുടെ നോമ്പ്. പ്രത്യേകിച്ച് നോമ്പ് ഇന്നും സുന്നത്തുണ്ട്. ഇത് തിങ്കളാഴ്ച നോമ്പ്. ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും അത് പിടിക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്താ അതിന്റെ പ്രതിഫലം? 60 മാസം നോമ്പ് പിടിച്ച പ്രതിഫലം കിട്ടുന്ന ഒരു നോമ്പാണ് നാളത്തെ നോമ്പ്. പറഞ്ഞാൽ 5 കൊല്ലം നോമ്പ് പിടിച്ചതിന്റെ കൂടി. ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും ഇന്ന് രാത്രി തന്നെ അതിനുവേണ്ടി നിയ്യത്ത് വെക്കാം, അത്താഴം കഴിക്കാം. എല്ലാം കൊണ്ട് ഇൻഷാ അല്ലാഹ് റമദാൻ വരുമ്പോൾ കുറച്ച് നോമ്പെല്ലാം പിടിച്ച് പ്രാക്ടിക്കലാക്കിയ റമദാനിന്റെ നോമ്പ് നമുക്ക് നല്ല
എളുപ്പമാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ പരിശുദ്ധമായ ഇന്നത്തെ രാത്രി നമുക്ക് ഒരു ഗിഫ്റ്റായി ഹദിയയായി എത്തിച്ച ഏറ്റവും വലിയ ഒരു ആരാധനയാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ പ്രചോദന മരിക്കുന്നത് വരെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പ്രാണത്തോട് ആഫിയത്തോട് ഇനി പൊരുത്തപ്പെടുന്ന രൂപത്തിലുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കാൻ, സുജൂദ് ചെയ്യാൻ, റുകൂഅ് ചെയ്യാൻ, ദിക്റുകൾ തസ്ബീഹുകൾ ചെല്ലാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തരുന്ന തൗഫീഖാണ് ഏറ്റവും വലുത്. ഞങ്ങളെ കൊണ്ട് ഒരു കൈ അണക്കാൻ, ഒരു കാൽ അണക്കാൻ സ്വന്തമായി ഒരിക്കലും കഴിയൂല അല്ലാഹ്. നീ തന്നാൽ ഞങ്ങൾ അടക്കും, നീ തന്നാൽ ഞങ്ങൾ നടക്കും, നീ ഞങ്ങൾക്ക് കുതിർത്ത് തന്നാൽ ഞങ്ങൾ ഇരിക്കും എണിക്കും. പടച്ചോനെ ആ തൗഫീഖ് മരിക്കുന്നത് വരെ നീ നിലനിർത്തണേ അല്ലാഹ്. എത്ര ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ ഈ പള്ളിയെ സ്നേഹിച്ച് ഈ പള്ളിയിലേക്ക് തന്നെ ദൂരെ നിന്ന് നടന്നു വന്ന് നിസ്കരിച്ച ആളുകൾ ഇന്നും അവര് നമ്മുടെ നാട്ടിലുണ്ട്. പടച്ചോനെ എന്നാൽ അവർക്ക് നടക്കാൻ കഴിയൂല, അവർക്ക് ഇരിക്കാൻ കഴിയുന്നില്ല, സ്ട്രോക്കായി, മുട്ടുവേദനയായി, നടുവേദനയായി. പടച്ചോനെ അവർ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അവർ ആരോഗ്യമുള്ള സമയത്ത് നിസ്കരിച്ച ജമാഅത്തിന്റെ അതേ പ്രതിഫലം വീട്ടിലിരുന്ന് നിസ്കരിക്കുമ്പോഴും അവർക്ക് നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം മരിക്കുന്നത് വരെ ഇന്ന് നിസ്കരിക്കണം എന്നതാണ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ നമ്മുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ റഹ്മാനെ. എത്ര ആളുകൾ നല്ല നല്ല ദിവസം നല്ല നല്ല സമയം റബ്ബേ നിന്റെ റഹ്മത്തിലേക്ക് കടന്നു വരുന്ന വാർത്തകൾ ഞങ്ങൾ കേൾക്കാറുണ്ട് റബ്ബേ. അതുപോലെ ഞങ്ങൾക്കും ആഖിബത്ത് നന്നായ രൂപത്തിൽ നല്ല ഒരു സമയത്ത്, നല്ല ഒരു ദിവസത്തിൽ, നല്ല ഒരു സ്ഥലത്ത് വെച്ച് ഈമാനോട് മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട് പടച്ചോനെ. ഓരോരുത്തരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ സഹോദരി മരിച്ചിട്ട് ഇന്നലേക്ക് 40 അതിന്റെ ഇടയ്ക്കൊക്കെയും ആ സഹോദരിക്ക് വേണ്ടി ദ്വാരത്തിരുന്നു. കാലുവേദനയായി വലിയ ബേജാറോട് കൂടി ജീവിച്ചു. എന്നിട്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് മരിച്ചുപോയി. മടിക്കേരിയോട് സഫിയ എന്ന് പറയുന്ന ഒരു പെണ്ണ മരിച്ച് 40 ദിവസമായി. ആ സഹോദരിക്ക് നീ മഗ്ഫിറത്ത് നൽകുന്നു, റഹ്മത്ത് നൽകണേ അല്ലാഹ്. സഹോദരിയുടെ ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാഹ്. മഹദിയായ ബീബി സഫിയ റളിയല്ലാഹു അൻഹ, ഹബീബായ തങ്ങളുടെ ഭാര്യ ആ സഫിയ ബീവിയുടെ ബറക്കത്ത് കൊണ്ട് ഈ സഫിയ എന്ന് പറയുന്ന സഹോദരിക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അങ്ങനെ എത്ര ആളുകളാണ് മരിച്ചുപോയത്. കീർച്ചാന്റെ ഭാര്യയുടെ ജ്യേഷ്ഠൻ എന്ന് മരിച്ചുപോയി റുക്സാന, അതുപോലെ ഉപ്പാന്റെ പെങ്ങള് സുഹറ എന്ന് പറയുന്ന ഒരു സഹോദരി, അതുപോലെ ഒരുപാട് ആളുകളുടെ ഉസ്താദിന്റെ ജ്യേഷ്ഠന്റെ മകൾ, അതുപോലെ ഉമ്മാന്റെ സഹോദരി, അങ്ങനെ ഒരുപാട് ആളുകൾ പടച്ചവനെ അടുത്തും മുമ്പുമായി മരിച്ചുപോയവരുണ്ട്. അല്ലാഹ് നമ്മുടെ ഹംസച്ച മരിച്ചുപോയി. അതുപോലെ ഞാൻ ഫാത്തിമ എന്ന് പറയുന്ന ഒരു സഹോദരി മരിച്ചുപോയി. ഈ പള്ളിയുടെ പരിസരത്ത് ഒരു മാസം മുമ്പ് ദഫൻ ചെയ്യപ്പെട്ട സഹോദരി, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ അബ്ദുച്ചാന്റെ ഭാര്യ സുഹറ എന്ന പേരുണ്ട്. അതുപോലെ ഞാൻ മരിച്ചുപോയി നമ്മുടെ യൂസുഫ് സാഹിബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ഒരുപാട് ആളുകൾ അവർക്കെല്ലാം നീ സ്വർഗം നൽകണേ അല്ലാഹ്. നമ്മുടെ സ്വാധീനവും നീ സ്വർഗം നൽകണേ അല്ലാഹ്. അവരുടെയൊക്കെയും അവർ നീ വെളിച്ചമാക്കണേ അല്ലാഹ്. അവർക്ക് വേണ്ടി എത്ര ദ്വാരന്നാലും അവരെത്ര ഓർന്നാലും അതിയാകുകൾ അവർച്ചോനെ. നമ്മുടെ ഉമ്മമാരും പലരും മരിച്ചുപോയി അല്ലാഹ്. എല്ലാവർക്കും പരിശുദ്ധമായ ഹബീബായ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. അതിന്റെ ബർക്കത്തുകൊണ്ട് നീ സ്വർഗം നൽകണേ അല്ലാഹ്. നിന്റെ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ونعم الوكيل. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله